RSSന്റെ വിജയദശമി പരിപാടിക്ക് ഭൂമി നൽകിയതിൽ അസഹിഷ്ണുതയുമായി CPM. സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലേക്കുള്ള വഴിയിൽ കൊടികുത്തി. സുകുമാരൻ എന്ന വ്യക്തിയുടെ ഭൂമിയിലേക്കുള്ള വഴിയിലാണ് കൊടികുത്തിയത്. പോലീസിൽ പരാതിപ്പെട്ടിട്ടും നടപടിയുണ്ടായിട്ടില്ലെന്ന് ഭൂവുടമ പറയുന്നു. അരുൺ ആലത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പാലക്കാട് മുണ്ടൂർ പൂതന്നൂരിലാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ വിജയദശമി പൊതുപരിപാടിക്ക് വേണ്ടി സ്വകാര്യ വ്യക്തി അദ്ദേഹത്തിൻ്റെ ഭൂമി അനുവദിച്ച് നൽകി എന്ന് പറഞ്ഞുകൊണ്ട് ആ വഴിയിലേക്കുള്ള ആ വ്യക്തിയുടെ ഭൂമിയിലേക്കുള്ള വഴിയിൽ CPMൻ്റെ കൊടികൾ നാട്ടി എന്നുള്ള പരാതി ഉയർന്നിരിക്കുന്നത്. നിരവധി കൊടി തോരണങ്ങളാണ് ഇവിടെ നാട്ടിയിരിക്കുന്നത്. ഈ സ്വകാര്യ വ്യക്തിയായ സുകുമാരൻ എന്ന വ്യക്തിയായിരുന്നു രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ 100ാം ജന്മദിനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആ വിജയദശമി പൊതുപരിപാടിക്ക് വേണ്ടി ഈ ഭൂമി അദ്ദേഹം നൽകിയത്. തുടർന്ന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ, സിന്ദൂർ നഗറിലേക്ക് സ്വാഗതം എന്ന പേരിൽ കവാടവും മറ്റും വെച്ച് ഇവിടെ പരിപാടി സംഘടിപ്പിക്കുകയായിരുന്നു. മുണ്ടൂർ കയറങ്ങോട് നിന്നും ഈ പൂതന്നൂരിലെ സ്ഥലത്തായിരുന്നു പൊതുപരിപാടി നടന്നിരുന്നത്. പ്രത്യേകിച്ചും ഈ ഒരു പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം 100 വർഷത്തിന് ശേഷം രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ ഈ ഒരു പരിപാടി ഇവിടെ നടക്കുമ്പോൾ വലിയ ആവേശത്തോടു കൂടിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. പക്ഷേ ആ സ്ഥലത്താണ് ഇത്തരത്തിൽ ആ സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലേക്കുള്ള വഴിയിലാണ് ഇങ്ങനെ കൊടിതോരണങ്ങൾ വെച്ചു എന്നുള്ള പരാതി ഉയർന്നിരിക്കുന്നത്. സംഭവത്തിൽ പോലീസിൽ പരാതി നൽകി. കോങ്ങാട് പോലീസിലാണ് ഇവർ പരാതി നൽകിയത്. എന്നിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ള പരാതിയുമുണ്ട്. ഇപ്പോൾ ഈ ഭൂമിയുടെ ഉടമയായ സുകുമാരൻ അദ്ദേഹം ചേരുന്നുണ്ട്. ഇത് എപ്പോഴാണ്, എന്താ സംഭവിച്ചത്? അതായത് ആദ്യം സൗഹാർദ്ദം നിലയ്ക്ക് ഇവിടുത്തെ പാർട്ടി പ്രവർത്തകരനോട് സംസാരിച്ചു. ഈ സൈഡിലുള്ള കൊടികളൊന്ന് മാറ്റിത്തരണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർ അങ്ങനെ മാറ്റാൻ പറ്റില്ല, അത് റോട്ടിലല്ലേ കുത്തിയിരിക്കണം എന്നുള്ളതിനെ പറ്റി പറഞ്ഞു. അപ്പോൾ റോട്ടിൽ അങ്ങനെ കുത്താൻ നിയമമില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞപ്പോൾ എന്ത് നിയമം, ഏത് നിയമം എന്നുള്ളതിനെ പറ്റി പറഞ്ഞു. അങ്ങനെ 4-5 പ്രാവശ്യം സംസാരിച്ചതിന് ശേഷം അവർ എടുക്കാതായപ്പോൾ ഞാനും മനോജും കൂടി പോയി കോങ്ങാട് പോയിട്ട് പരാതി കൊടുത്തു. പരാതി കൊടുത്തപ്പോൾ അവിടുത്തെ SI ശരി വന്ന് നോക്കാമെന്ന് പറഞ്ഞ് വന്ന് നോക്കി വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്നു. അങ്ങനെ ആ 4-ാം തീയതി വരയ്ക്കും എടുക്കാതായപ്പോൾ വീണ്ടും സാറ് വന്നിട്ട് അവരുടെ നിർദ്ദേശപ്രകാരം എടുത്തു മാറ്റി ഞങ്ങൾ സുഗമമായിട്ട് പരിപാടി നടത്തുകയും ചെയ്തു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ വീണ്ടും ഈ കവാടം ബ്ലോക്ക് ചെയ്തുകൊണ്ടുള്ള കൊടി അവിടെ നാട്ടുകണ്ടായി. അപ്പോൾ പിന്നെ നമ്മൾ വേറൊന്നും സംസാരിക്കാൻ പോയില്ല. അപ്പോൾ വേറെ ഇനിയിപ്പോൾ DP ഓഫീസിൽ കൊടുത്തിട്ട് അത് മാറ്റാനുള്ള സംവിധാനത്തിനാണ് ഇനി തയ്യാറെടുപ്പ് നടന്നിരിക്കുന്നത്. ഈ സ്ഥലത്തിലേക്കുള്ള പ്രധാന വഴി കൂടെയാണല്ലേ? അതെ. അതായത് ഈ സ്ഥലത്തിലേക്ക് പ്രധാന എൻട്രൻസ് പറഞ്ഞാൽ ശരിക്കും ഒരു കോർണറാണ് അത്. ഇനിയിപ്പോൾ ഞാൻ ഈ ട്രാൻസ്ഫോമർ മാറ്റാനുള്ള ഒരു സംവിധാനത്തിലാണ് നിൽക്കുന്നത്. ഈ എന്താണ് ഇവിടുത്തെ പ്രാദേശിക CPM നേതൃത്വമൊക്കെ ഇതിൽ നിങ്ങൾ പരിപാടി നടത്തിയതിലുള്ള ഒരു അസഹിഷ്ണുതയാണ്? ഇങ്ങനെ ഒരു പ്രദേശത്തെ ഒരു പ്ലോട്ടിലേക്കുള്ള പ്രധാന വഴിയിൽ തന്നെ കൊണ്ട് ഇങ്ങനെ കൊടിതോരണങ്ങൾ നാട്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും CPM ഇത്തരം പരിപാടികൾ എപ്പോഴും ചെയ്യാറ്. നമ്മളൊരു പരിപാടി വയ്ക്കുമ്പോൾ കൊടികൾ വയ്ക്കുക, അല്ലെങ്കിൽ അത് നശിപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണത ഈ പ്രദേശത്ത് എപ്പോഴും ഉണ്ട്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വളരെ തുച്ഛമായ വോട്ടിനാണ് CPM സ്ഥാനാർത്ഥി ഇവിടുന്ന് ജയിച്ചു പോയിട്ടുള്ളത്. അതിലും അവർക്ക് വളരെ അസ്വസ്ഥതയുണ്ട്. ഇവിടെ അവർക്ക് കാര്യമായിട്ടൊന്നും ഇതുവരെയും ചെയ്യാനും പറ്റിയിട്ടില്ല. വരുന്നൊരു കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തെരഞ്ഞെടുപ്പ് വീണ്ടും അടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടൊരു ക്രമസമാധാനം തകർക്കുക എന്നുള്ള ഒരു ഉദ്ദേശമൊക്കെയാണ് ഇതിൻ്റെ പുറകിലെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നിലവിൽ ഇതുവരെയും നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണ് ആയിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ നിയമപരമായിട്ട് മുന്നോട്ട് പോയിട്ടും പോലീസിന്റെ ഭാഗത്തുനിന്നും ഒരു നടപടി ഉണ്ടാകുന്നില്ല. യാതൊരു നടപടിയും പോലീസിന്റെ ഭാഗത്തുണ്ടാകുന്നില്ല. പ്രത്യേകിച്ച് CPMന് സപ്പോർട്ടാണ് പോലീസ് അധികാരികൾ പോലും. അതിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കേണ്ട ആവശ്യമായിട്ട് വരുന്നത് BJPക്ക്. പോലീസിൽ പറഞ്ഞിട്ടും കൊടി മാറ്റാനൊന്നും മാറ്റാൻ അവർ തയ്യാറാവുന്നില്ല. അതുകൊണ്ടാണല്ലോ ഈ സ്ഥിതി കാണുന്നത്. അതുതന്നെയാണ് ഈ പ്രദേശത്തെ മണ്ഡലം പ്രസിഡന്റ് ചേരുന്നുണ്ട്. എന്താണ് ഈ ഒരു പ്രദേശത്ത് ഇത്തരത്തിൽ ഒരു കൊടിതോരണങ്ങൾ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ വിജയദശമി പരിപാടിക്ക് വേണ്ടിയിട്ട് ഭൂമി അനുവദിച്ച് നൽകി എന്ന് പറഞ്ഞാൽ ആ ഭൂമിയിലേക്കുള്ള വഴിയിലാണ് ഇങ്ങനെ വഴി അടച്ചുകൊണ്ട് കൊടി നാട്ടിയിരിക്കുന്നത്? ഇവിടെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ BJPയുടെ ഒരു വളർച്ച, അല്ലെങ്കിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ വളർച്ചയിൽ വിരളി പൂണ്ടി നിൽക്കുകയാണ് ഇവിടുത്തെ CPM നേതൃത്വം. മുണ്ടൂർ പോലൊരു പ്രദേശത്ത് BJPയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPയുടെ ഒരു സ്ഥാനാർത്ഥി ജയിച്ചു പോയത്, 2ാം സ്ഥാനത്തായത് വെറും തുച്ഛമായിട്ടുള്ള വോട്ടിൽ നിന്നാണ്.
അപ്പം അതിനുശേഷവും ഇവിടെ തുടർച്ചയായിട്ട് ഇപ്പോൾ വരുന്ന ദിവസങ്ങളിലെല്ലാം BJPയുടെ ഒരു വലിയ ജനപിന്തുണ ജനങ്ങളുടെ ഇടയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. CPM അതിൽ വിരളി പൂണ്ടുകൊണ്ട് ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം BJP ബുക്ക് ചെയ്ത 1-2 മതിലിൽ പോലും അവർ കൈയടക്കിക്കൊണ്ട് അതിൽ മാറ്റി എഴുതി CPMൻ്റെ പേരിലെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെയും സംഘത്തിൻ്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ചിട്ട് വളരെ നല്ല രീതിയിൽ ഭംഗിയായിട്ടുള്ളൊരു പ്രോഗ്രാം ഇവിടെ നടന്നപ്പോൾ ഇതിനെല്ലാം അതിൽ വിരളി പൂണ്ടാണ് CPM ഇത്തരം കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇതിൽ പോലീസ് ഉദ്യോഗസ്ഥരും വലിയ രീതിയിലുള്ള അനാസ്ഥ ഇതിൽ കാണിക്കുന്നുണ്ട്. BJP ഇതിനെതിരെ വലിയ പ്രക്ഷോഭവും പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതുതന്നെയാണ്. ഏതായാലും സ്വകാര്യ വ്യക്തിയാണ്, ആ സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലേക്കുള്ള പ്രധാന വഴിയാണ്. അതിൻ്റെ നമുക്ക് കാണാൻ സാധിക്കും പ്രധാന ഒരു കവാടവും ആ കവാടത്തിൽ നിന്നുള്ള വഴിയാണ്. ആ വഴിയിലാണ് ഇങ്ങനെ കൊടി കൊണ്ട് നാട്ടിയിരിക്കുന്നത്. ഏതായാലും ഇത് അംഗീകരിക്കാനാവില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് നിയമപരമായിട്ട്, മറ്റ് രാഷ്ട്രീയപരമായിട്ടല്ലാതെ നിയമപരമായിട്ട് ഇത് വിഷയത്തിൽ മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ഭൂമി ഉടമയാണെങ്കിലും ഇവിടുത്തെ പാർട്ടി പ്രവർത്തകരാണെങ്കിലും വ്യക്തമാക്കുന്നത്. PR മനുവിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.